പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടും അതുപോലെ തന്നെ വലിയ വലിയ മേലുദ്യോഗസ്ഥന്മാരടുത്തും എൻ്റെ ഒരു സംശയമാണ്, ഒപ്പം ഒരു അപേക്ഷയുമാണ്. അതായത് നമ്മളൊരു വെയിറ്റിംഗ് ഷെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും MP ഫണ്ടിൽ നിന്നും MLA ഫണ്ടിനും ഉപയോഗിക്കണം. അതേസമയം പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വയ്ക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 2 പൈപ്പും ഒരു ഷീറ്റും എടുത്തിട്ടിട്ട് 7 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു വീട് വാർത്ത് നന്നായിട്ട് 2-3 പേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന് 4 ലക്ഷം രൂപ. ഈ കാണിക്കുന്നത് ഒരു അഴിമതിയല്ലേ? എൻ്റെ ഒരു സംശയമാണ്. പിന്നെ അതേ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട മന്ത്രിമാർക്കും MLA മാർക്കൊന്നും ഈ സിമൻറ്റിൻ്റെയും മണലിൻ്റെയും ഒന്നും വില അറിയാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ സിമൻറ്റും കമ്പിയുടെയും മണലിൻ്റെയും വില ചോദിച്ച് നടക്കലല്ലോ അവരെ പണി. അവർക്ക് വേറെ ഒരുപാട് ജനസേവന പരിപാടികളുണ്ട്. ഈ വീഡിയോ അഥവാ ആരെങ്കിലും കാണണമെങ്കിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സിമൻറ്റിനൊക്കെ വില കൂടി, ഏതാണ്ട് 400 അടുപ്പിച്ചായി. ചല്ലിക്കും മണലിനൊക്കെ വില കൂടി. ഒരു 430 സ്ക്വയർ ഫീറ്റ് വീടിനൊക്കെ, അതായത് തട്ടടി കോൺക്രീറ്റ് പരിപാടിക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. ഒരു 3.5 ലക്ഷം രൂപയൊക്കെ ആവും ഒരു വീട് വാർത്തിടുന്നതിന് മാത്രം. അപ്പോൾ 4 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കുന്നത് മാക്സിമം ഒരു 6 ലക്ഷം രൂപയെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഈ രാഷ്ട്രീയക്കാരുടെ അടുത്ത് എനിക്ക് പറയുന്നത് വെച്ചാൽ, എന്തായാലും ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അടുത്ത ആര് വരണില്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അടുത്ത് വരണ ആൾക്കാർക്ക് ഒരു പണിയായിട്ടിരുന്നോട്ടെ. ഒരു 6 ലക്ഷം രൂപ ആക്കി കൊടുത്താൽ അവർക്കൊരു പണിയും ആവും, ഒപ്പം ഈ പാവപ്പെട്ടവർക്ക് കയറി കിടക്കാൻ ഒരു വീടും ആവും. പണി തീർക്കാൻ പറ്റും. 6 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീടൊക്കെ നന്നായിട്ട് വയ്ക്കാൻ പറ്റും. ഈ 4 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ എത്തൂല ഇവിടെ എത്തൂല, വീണ്ടും അവർ ചോർന്നൊളിച്ച് കിടക്കേണ്ടി വരും. ഇത് എനിക്ക് ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടും നമുക്ക് സങ്കടം തോന്നിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണതാണ്. ഇത് മാക്സിമം രാഷ്ട്രീയക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പറയണം, വെയിറ്റിംഗ് ഷെഡിൻ്റെ പൈസ വീടിനും കൊടുക്കണം, വീടിൻ്റെ പൈസ എടുത്ത് വെയിറ്റിംഗ് ഷെഡിന് കൊടുക്കണം. അവിടെ തീരാന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ശരിക്കും ഈ പറഞ്ഞ പോലെ മന്ത്രിമാർക്ക് MLA മാർക്കൊന്നും ഈ പണി അറിഞ്ഞിടത്തോണ്ടാണ്. നിങ്ങളാരെയും കുറ്റമല്ല, കാരണം നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പണി അറിഞ്ഞിടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാക്സിമം ഒന്ന് പാവപ്പെട്ടവരൊന്ന് നമുക്ക് സഹായിക്കണം. കാരണം അവരുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. അവരെ വോട്ടാണ് നിങ്ങളെന്ന് പറയണത്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ നന്നായിരിക്കും. വെയിറ്റിംഗ് ഷെഡ് അല്ല വീട്, ഇത് രണ്ടും ഒന്ന് തിരിഞ്ഞു പോയി. എനിക്ക് മിക്കവാറും തിരിഞ്ഞു പോയതായിരിക്കും.